എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുടെ, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ. ഇറ്റലിക്ക് നാട് വിട്ടവനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അവൻ കാണിച്ചത് ശുദ്ധ മറ്റേടത്തെ തരവെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അവന്റെ ശബ്ദം ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ്. അവന് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് വൃത്തികെട്ടവനാണെന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യം തന്നെ സംശയം ഉണർത്തുന്ന ഒരു കാര്യം, ഇറ്റലിയിൽ നിന്ന് വന്ന പയ്യൻ അടുത്ത ദിവസം രാവിലെ തന്നെ പെണ്ണിനെ വിട്ടിട്ട് എമർജൻസി ഫ്ലൈറ്റിൽ കയറി പോവുകയാണ്. ഇത്രയും പെട്ടെന്ന് എമർജൻസി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കിട്ടി പോയി എന്ന് പറയുന്നത് തന്നെ ഒരു വിരോധാഭാസമായിരുന്നു. അതിന്റെ കാര്യം ഇപ്പൊ പിടികിട്ടിരിക്കുകയാണ്. ആ പയ്യന്റെ തന്നെ ഓഡിയോ ഇപ്പം പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഹലോ ചേച്ചി, ചേച്ചി ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച്, ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നും പോലും ഒന്നുമല്ല. എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി ഇപ്പം എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവൾക്ക് അറിയാം. എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി, അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക്. എന്ന് വെച്ചാൽ അവൾക്ക് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുടെ, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ ആയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം. ഇവനെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചിട്ട് അവൻ അടുത്ത ദിവസം രാവിലെ സ്ഥലം വിട്ടേക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു വരുന്നത്. ഇത്രയും വൃത്തികേട്. എന്ത് കണ്ടിട്ടാണ് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടത്? പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വന്നവനാണ്. ഇവിടെ വന്ന് ആദ്യ രാത്രി കണ്ടപ്പോൾ അവന് ആ പ്രേമമൊക്കെ പോയി. അപ്പം അവൻ എന്ത് കണ്ടിട്ടാണ് പ്രേമിക്കുന്നത്? അവൻ വിചാരിച്ച പോലെ ഒരു പെൺകുട്ടി അല്ലെന്നാണ് ആദ്യ രാത്രി തന്നെ അവൻ കൺവിൻസ് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെ ഒരു പെൺകുട്ടിയല്ല. അപ്പൊ പിന്നെ എന്ത് ഡാഷിനാണ് അവൻ പ്രേമിച്ചത്? എന്ത് കണ്ടിട്ടാണ് പ്രേമിച്ചത്? ആ പെൺകുട്ടിയുടെ സ്വഭാവം കണ്ടാണോ പ്രേമിച്ചത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കണ്ടാണോ അവൻ പ്രേമിച്ചത്? ആദ്യ രാത്രി തന്നെ അവന് മനസ്സിലാവുകയാണ്, ഇത് എനിക്ക് പറ്റിയ പെൺകുട്ടി അല്ല. പിന്നെ ഒരു കാര്യം അവൾ പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, ഇത് അവളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ എന്തിനാണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു വരുത്തിയത്? അത് മഹാപോക്രിതരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഒരു പെൺകുട്ടിയെ കല്യാണത്തിന്റെ അടുത്ത ദിവസം ചതിച്ചിട്ട് പോയിട്ട് ആ പെൺകുട്ടിയെ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കുന്നു. ആദ്യം ചതി, പിന്നെ അപമാനം. ആ പെൺകുട്ടിയെ പറ്റി പറയുകയാണ് ഇത് ട്രാൻസ്ജെൻഡർ ആണ്. ഇപ്പോൾ കേരളം മൊത്തം അത് വാർത്ത പോയിരിക്കുകയാണ്. അപ്പം എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ ഇറ്റലിയിൽ നിന്ന് വന്ന കൊണയം കാണിച്ചിരിക്കുന്നത്. ഇതിന് ചതിയെന്നൊന്നുമല്ല പറയേണ്ട, അതിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, പെൺകുട്ടികളെ കിട്ടാനില്ല എന്നൊക്കെ കിടന്ന് അമുറ വിളിക്കുന്നവർ ഇത് മനസ്സിലാക്കുക. ഇമാതിരി ഉള്ളവന്മാര് എന്തിനോ കാണിച്ചു കൂട്ടുന്ന കാരണം നാട്ടിലുള്ള ആണുങ്ങൾക്ക് മൊത്തമാണ് പണി കിട്ടുന്നത്. നല്ല നല്ല ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല. ഇമാതിരി പണമുണ്ട്, പക്ഷെ ഇമാതിരി കൂതറ സ്വഭാവം ഉള്ളവർക്കൊക്കെയാണ് പെണ്ണിനെ കിട്ടുന്നത്. ആലോചിച്ചു നോക്കും. പിന്നെ ഈ കാശ് നോക്കി പോകുന്നതും ഇതിനൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ യൂറോപ്പിലാണ്, അവിടാണ്, ഇവിടാണെന്ന് പറഞ്ഞ് പോയി കല്യാണം കഴിച്ചിട്ട് അവസാനം പെടുന്ന ഒരവസ്ഥ. നാട്ടിൽ തന്നെ നല്ല ജോലിയുള്ള ആളുകൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല. എല്ലാവരും യൂറോപ്പ് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഓരോരുത്തന്മാരുടെ വലയിൽ പോയി പെടുകയാണ്. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇവൻ കാണിച്ചത് മഹാ അങ്ങേയറ്റം ഡാഷ് പരിപാടി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ആദ്യ രാത്രി തന്നെ ഒത്തുപോകില്ല എന്ന് ഡിസൈഡ് ചെയ്ത ആ മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ, അത് കാണാതെ പോകരുത്. എത്തരത്തിലുള്ള ആളാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. എത്രയും നല്ലൊരു മനുഷ്യനാണ്. ആദ്യ രാത്രി തന്നെ അവൻ കൺവിൻസ് ചെയ്യാണ് ഇത് എനിക്ക് പറ്റിയ ഒരാളല്ല. അടുത്ത ദിവസം രാവിലെ തന്നെ സ്ഥലം വിടുക. ഇവൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നിട്ട് നൈസായിട്ട് തേച്ചിട്ടങ്ങ് വിടുക. അതായിരുന്നു അവന്റെ പരിപാടി. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു
ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ അത് പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുകയുണ്ടായി, ഇതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത വന്നാൽ ഉറപ്പായിട്ടും ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല. ഇവന്റെ ഡാഡില്ലാത്ത പരിപാടിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ